ഹലോ, എല്ലാവർക്കും നമസ്കാരം. 2024 നവംബറിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സിനെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സിനെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതി ഏതാണ്? സീസർ പുരസ്കാരം. അതിനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത്. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. PG ദേശീയ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ റോമില ദാപ്പറിന്. PG സംസ്കൃതി കേന്ദ്രത്തിൻ്റെ ദേശീയ പുരസ്കാരം 4ാമത്തേത് ലഭിച്ചത് പ്രൊഫസർ റോമില ദാപ്പറിന്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സിനെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരം. അതുപോലെ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ. അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് കേരള സർവകലാശാല. PG സംസ്കൃതി കേന്ദ്രത്തിൻ്റെ 4ാമത് ദേശീയ പുരസ്കാരം ലഭിച്ചത് റോമില ദാപ്പറിന്. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രന്. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇ-മോചൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇ-മോചൻ. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രന്. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രന്. എന്താ പറഞ്ഞിട്ടുള്ളത്? മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രന്. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇ-മോചൻ ക്ലിനിക്കുകൾ. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രന്. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഏതാണ്? ഡാന. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഡാന. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രി. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഐഷാന്ത് അസീമ ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചത് ഐഷാന്ത് അസീമ. പരമേശ് ശിവമണി തീരരക്ഷാസേനാ മേധാവിയായി ചുമതലയേറ്റത്. ആരാണ് തീരരക്ഷാസേന മേധാവിയായി ചുമതലയേറ്റത്? പരമേശ് ശിവമണി. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. വിജയ് കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഐഷാന്ത് അസീമയാണ് ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതി. പരമേശ് ശിവമണിയാണ് തീരരക്ഷാസേനാ മേധാവി. വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റ് ലുവോങ് കുവോങ്. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ 16ാമത് ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ. പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം.
പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റ് ലുവോങ് കുവോങ് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ 16ാമത് ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ. പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോറാണ് ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചത്. മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ്. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്ധ്യ ജയേഷ് പൂളിമാത്തിൻ്റെ ദയാവധം എന്ന നോവലിന്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്ധ്യ ജയേഷ് പൂളിമാത്തിൻ്റെ ദയാവധം എന്ന നോവലിന്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ്. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ KN ആനന്ദകുമാറിനാണ്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്ധ്യ ജയേഷ് പൂളിമാത്തിൻ്റെ ദയാവധം എന്ന നോവലിന്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രണബ് ജ്യോത്നാഥാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വനിതാ ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ന്യൂസിലൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് തോൽപ്പിച്ചത്. 32 റൺസിനാണ് ന്യൂസിലാൻഡ് വിജയിച്ചത്. വനിതാ ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ന്യൂസിലാൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് തോൽപ്പിച്ചത്. 32 റൺസിനാണ് ന്യൂസിലാൻഡ് വിജയിച്ചത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ലഭിച്ചു. ആർക്കാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ലഭിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. സച്ചിൻ തെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ ഇവരാണ് ആദ്യത്തെ 3 പേര്. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ലഭിച്ചത് ഇന്ത്യക്ക്. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ലഭിച്ചത് ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. സ്പാനിഷ് ഫുട്ബോൾ താരം ആന്ദ്രേ ഇനിയേസ്റ്റ വിരമിച്ചു. ഈയിടെ വിരമിച്ച സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആരാണ്? ആന്ദ്രേ ഇനിയേസ്റ്റ. 2026 ലോകകപ്പ് ഫുട്ബോൾ എവിടെയാണ് നടക്കുന്നത്? USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് 2026 ലോകകപ്പ് ഫുട്ബോൾ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ സിംബാബ്വേക്കാണ്. ഗാസിയയ്ക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡ് ഇട്ടത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ സിംബാബ്വേക്ക്. ഗാസിയയ്ക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡ് ഇട്ടത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ലഭിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. സച്ചിൻ തെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് ആദ്യം 9000 റൺസ് തികച്ചത്. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ലഭിച്ചത് ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി.
ഈയിടെ വിരമിച്ച സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസമാണ് ആന്ദ്രേ ഇനിയേസ്റ്റ. 2026 ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് USA, കാനഡ, മെക്സിക്കോ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ സിംബാബ്വേക്ക്. ഗാസിയക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിലൂടെ കണ്ടെത്തി. ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. 80,000 വർഷത്തിലൊരിക്കൽ ദൃശ്യമാകുന്ന ഷുജിൻഷാൻ അറ്റ്ലസ് എന്ന വാൽനക്ഷത്രം നവംബറിൽ ആകാശത്ത് ദൃശ്യമായി. ഇതെങ്ങനെ ചോദിക്കാം? 2024 നവംബറിൽ ആകാശത്ത് ദൃശ്യമായ 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISS 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിൻ്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിൻ്റെ ദൗത്യം ഏതാണ്? ക്രൂ 8. ഈയിടെ അന്തരിച്ച സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ വ്യക്തി ബാലചന്ദ്രൻ വടക്കേടത്ത്. പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിൻ്റെ സ്രഷ്ടാവാണ് അന്റോണിയോ സ്കാർമെത്ത. അദ്ദേഹം ഈയിടെ അന്തരിച്ചു. പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിൻ്റെ സ്രഷ്ടാവും ഈയിടെ അന്തരിച്ചതുമായ വ്യക്തിയാണ് അന്റോണിയോ സ്കാർമെത്ത. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയ്ൻ. ഈയിടെ അന്തരിച്ച ലിയം ജെയിംസ് പെയ്ൻ ആരാണ്? ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമാണ്. ഈയിടെ അന്തരിച്ച ജാക്ക് ജോൺസ് ആരാണ്? അമേരിക്കൻ ഗായകൻ. ജാക്ക് ജോൺസ് അമേരിക്കൻ ഗായകനാണ്.